ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. KCB വർക്കർ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഷുവർ ഷോട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലെ മെഷർമെൻറ്റ്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് ഭാഗത്തിലുള്ള സെക്കൻഡ് എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ഇതിന് മുന്നേ ഉള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾ കാണുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ, ആ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനപ്പെടട്ടെ. അതോടൊപ്പം അതിനുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന ഫാക്ട്സ് അതും കൂടെ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക. ഇതൊരു റിവിഷനായിട്ട് തന്നെ കണക്കാക്കണം. ഈ റിവിഷൻ സീരീസ് നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെഷർമെൻറ്റ്സിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന MI ഇൻസ്ട്രുമെൻറ്റും MC ഇൻസ്ട്രുമെൻറ്റ്സും ഒരു കടൽ പോലെ കിടക്കുന്ന ഒരു പോർഷനാണത്. എത്ര പഠിച്ചാലും പിന്നെയും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ MI ഇൻസ്ട്രുമെൻറ്റ്സ്, MC ഇൻസ്ട്രുമെൻറ്റ്സ്, അതിൻ്റെ ജനറലായിട്ട് ടോർക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞു, ടോർക്കിൻ്റെ വർക്കിംഗ് പറഞ്ഞു, അതുപോലെ അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എങ്ങനെ വരുന്നു, ഡാമ്പിംഗ് ടോർക്ക് എങ്ങനെ വരുന്നു, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അടുത്ത് നമുക്ക് പ്രധാനമായിട്ട് പറയാനുള്ളത് അതിൻ്റെ പോയിൻ്റർ സ്കെയിൽ അതുപോലെ അറേഞ്ച്മെൻ്റ് ആണ്. ഓക്കെ, പോയിൻ്റർ സ്കെയിൽ അറേഞ്ച്മെൻറ്റ്. പോയിൻ്റർ സ്കെയിൽ അറേഞ്ച്മെൻറ്റ് MI ഇൻസ്ട്രുമെൻറ്റ്സിനും MC ഇൻസ്ട്രുമെൻറ്റ്സിനും വ്യത്യാസമുണ്ട്. MI ഇൻസ്ട്രുമെൻറ്റ്സിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, MI ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർ RMS വാല്യൂ, MC ഇൻസ്ട്രുമെൻറ്റ്സ് മെഷർ ആവറേജ് വാല്യൂ. ഓക്കെ, അപ്പോൾ RMS വാല്യൂ മെഷർ ചെയ്യുന്ന സ്കെയില് നോർമൽ സ്കെയിൽ ആയിരിക്കില്ല. നോർമൽ സ്കെയിൽ അതിനെ പറയുന്നതാണ് ലീനിയർ സ്കെയിൽ. ആവറേജ് വാല്യൂ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ലീനിയർ സ്കെയിലുള്ള ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഇനി RMS വാല്യൂ മെഷർ ചെയ്യുന്നത് നോൺ ലീനിയർ ആയിരിക്കും. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളൊരു സ്കെയിൽ നോക്കുമ്പോൾ 0 മുതൽ 1 വരെയുള്ള ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും 1 മുതൽ 2 വരെ എടുത്താൽ. അതേ ഡിസ്റ്റൻസ് ആയിരിക്കും 2 to 3. അപ്പോൾ ഇതാണ് ലീനിയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കുകയാണ്, 0 to 5 സെൻറ്റിമീറ്റർ. ഇത് തന്നെ ആയിരിക്കും 6 to 10 വരുന്നത്, അല്ലേ? അപ്പോൾ ഇതാണ് ലീനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. മെഷർമെൻറ്റ് ഒരിക്കലും മാറുന്നില്ല. ഓക്കെ, ഏത് റേഞ്ച് എടുത്താലും ആ ഇൻക്രിമെൻറ്റ്സ് സെയിം ആയിരിക്കും. അതേസമയം നോൺ ലീനിയർ എന്ന് പറയുന്നത് അങ്ങനെയല്ല. നോൺ ലീനിയർ സ്കെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ പോർഷനിൽ ക്രൗഡഡ് ആയിരിക്കും, അത് കഴിഞ്ഞായിരിക്കും ലീനിയർ വാല്യൂസ് വരുന്നത്. അപ്പോൾ RMS വാല്യൂ മെഷർ ചെയ്യുന്ന എല്ലാ ഇൻസ്ട്രുമെൻസിനും ടിപ്പിക്കലി MI ഇൻസ്ട്രുമെൻസിന് നോൺ ലീനിയർ സ്കെയിലാണ്. ആ സ്കെയിലിൽ എന്താണ്, ഇനീഷ്യലി വാല്യൂസ് ക്രൗഡഡ് ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് റിലാക്സ്ഡ് ആയിട്ട് ലീനിയർ ആയിട്ട് വാല്യൂസ് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് എ യൂണിഫോം സ്കെയിൽ. ഏത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ഇപ്പം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, MC അഥവാ മൂവിങ് കോയിൽ. ഇനി വേറൊരു പേരാണെങ്കിൽ PMMC. അപ്പോൾ ആ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ B ഈസ് ദ ആൻസർ. MI എന്താണ്? നോൺ ലീനിയർ. ഇലക്ട്രോ ഡൈനാമോമീറ്ററും AC-യും DC-യും മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇലക്ട്രോ ഡൈനാമോമീറ്റർ ഇൻസ്ട്രുമെൻറ്റ്സ്. ഇൻഡക്ഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് മെഷേഴ്സ് AC ഓൺലി. ഓക്കെ, അപ്പോൾ സ്കെയിലിൻ്റെ വ്യത്യാസം നമുക്ക് ഊഹിക്കാമല്ലോ, അല്ലേ? അടുത്ത്, വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഇസ് മോസ്റ്റ് ആക്യുറേറ്റ് ഫോർ DC മെഷർമെൻറ്റ്സ്. DC മെഷർമെൻറ്റ്സിന് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? നമുക്കറിയാം, MI വെച്ച് കഴിഞ്ഞാൽ AC-യും DC-യും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. MC വെച്ചാൽ DC ഓൺലി. അപ്പോൾ DC ഓൺലി ആകുമ്പോൾ DCക്ക് വേണ്ടി കാലിബ്രേറ്റ് ചെയ്ത സ്കെയിലും സർക്യൂട്ടും ആയിരിക്കും പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ. അപ്പോൾ ആക്യുറേറ്റ് ഏതായിരിക്കും DC മെഷർ ചെയ്യാൻ? DCക്ക് വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി PMMC, പെർമനൻറ്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ, ഓപ്ഷൻ B. വേറെ കുറച്ച് പ്രത്യേകതകളോട് പറഞ്ഞു തരാം. ഇപ്പോൾ കൺസ്ട്രക്ഷൻ വൈസ് കുറച്ച് കോസ്റ്റ് കൂടുതൽ നിൽക്കുക ഡെഫിനറ്റ്ലി ആക്യുറസി കൂടിയ ഇൻസ്ട്രുമെൻറ്റിനായിരിക്കും. അപ്പോൾ കോസ്റ്റ് വൈസ് കുറച്ച് കൂടുതൽ നിൽക്കുന്നത് എന്തായിരിക്കും? PMMC ഇൻസ്ട്രുമെൻ്റ് തന്നെയായിരിക്കും. പക്ഷേ സെൻസിറ്റിവിറ്റിയും ആക്യുറസിയും കൂടുതൽ PMMCക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഇസ് യൂസ്ഡ് ടു കാലിബ്രേറ്റ് വോൾട്ട് മീറ്റേഴ്സ് ആൻഡ് അമ്മീറ്റേഴ്സ്. അമ്മീറ്റേഴ്സിനും വോൾട്ട് മീറ്റേഴ്സിനും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അമ്മീറ്റേഴ്സിനും വോൾട്ട് മീറ്റേഴ്സിനും കാലിബ്രേറ്റ് ചെയ്യുന്ന, അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ദിസ് ഇസ് ഗുഡ് ഫോർ മെഷർമെൻറ്റ് എന്ന് ചെക്ക് ചെയ്ത് പറയാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണ് എന്നുള്ളതാണ്.
ഓക്കെ, ഓപ്ഷൻസ്. വാട്ട് മീറ്റർ. വാട്ട് മീറ്റർ എന്ന് പറയുന്ന പവർ മെഷർമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്, കാലിബ്രേഷന് വേണ്ടിയിട്ടുള്ളതല്ല. നെക്സ്റ്റ് ഓപ്ഷൻ പൊട്ടൻഷ്യോമീറ്റർ, അത് പറയാം. ഓപ്ഷൻ സി CRO. CRO എന്തിനാണ്? സിഗ്നൽ അനലൈസ് ചെയ്യാനാണ്, കാലിബ്രേറ്റ് ചെയ്യാനല്ല. ഓപ്ഷൻ ഡി എനർജി മീറ്റർ, അതെന്തിനാണ്? എത്ര എനർജി ഒരു കൊമേഴ്സ്യൽ യൂസർ കൊമേഴ്സ്യലി എത്ര ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തു എന്ന് കണ്ടുപിടിക്കാനുള്ളതാണ് എനർജി മീറ്റർ. അപ്പോൾ ഈ 3 ഓപ്ഷൻസ് അല്ല. ഓപ്ഷൻ ബി പൊട്ടൻഷ്യോമീറ്റർ ആണ് ആൻസർ. പൊട്ടൻഷ്യോമീറ്റർ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, കമ്പാരിസൺ വെച്ച്, അതായത് ബ്രിഡ്ജസ് അതുപോലെ പൊട്ടൻഷ്യോമീറ്റർ, നൾ ഡിഫ്ലക്ഷൻ മെത്തേഡിൽ കമ്പാരിസൺ വെച്ച് വർക്ക് ചെയ്യുന്ന മീറ്റേഴ്സാണ് ഇതൊക്കെ, പൊട്ടൻഷ്യോമീറ്ററും ബ്രിഡ്ജസും. മോസ്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ മെഷറിംഗ് ഡിവൈസസിൽ വരുന്നതാണ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്. പൊട്ടൻഷ്യോമീറ്റേഴ്സാണ് അമ്മീറ്റേഴ്സും വോൾട്ട് മീറ്റേഴ്സും കാലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവരുടെ മെയിൻ പ്രൈമറി വർക്കിംഗ് തന്നെ കാലിബ്രേഷനാണ്. സെക്കൻഡറി ആണ് റെസിസ്റ്റൻസ് മെഷർമെൻറ്റിലേക്ക് വരിക. അതിൽ പൊട്ടൻഷ്യോമീറ്റർ മെഷർ ചെയ്യുന്നത് എന്താണ്? ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവരുടെ മെയിൻ വർക്കിംഗ് എന്താണ്? ദേ ആർ യൂസ് ടു കാലിബ്രേറ്റ് അമ്മീറ്റേഴ്സ് ആൻഡ് വോൾട്ട് മീറ്റേഴ്സ്. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് വരുന്ന കുറച്ച് പ്രോബ്ലംസും കൂടെ കണ്ടിട്ട് നമുക്ക് ഈ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാം. A voltmeter of resistance 20 kilo ohm is connected across a 200 volt supply. The current drawn by the voltmeter. സിമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളിതിൽ വോൾട്ട് മീറ്ററിൻ്റെ ഒരു ഇക്വേഷൻ, അങ്ങനെ ഒരു ഇക്വേഷൻ ഒന്നുമില്ല. ബേസിക്കലി ഇതെല്ലാം ഓംസ് ലോയിൽ തന്നെയാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് എ റെസിസ്റ്റർ 20 കിലോ ഓം. 20 കിലോ ഓം എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 10⁻³ ഓം. ഓക്കെ, കിലോയാണ്. അപ്പം 20,000 ഓം. ഇറ്റ് ഈസ് കണക്റ്റഡ് അക്രോസ് എ 200 വോൾട്ട് സപ്ലൈ. വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. കറണ്ട് ഡ്രോൺ ബൈ ദ വോൾട്ട് മീറ്റർ ഇസ് ഡാഷ്. അപ്പം ഇത് ഈ ക്വസ്റ്റ്യൻ സ്ട്രക്ചർ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഇക്വേഷൻ എന്താണ്? ഓംസ് ലോ. ഓംസ് ലോ എന്താ പറയുന്നത്? V = I × R. V = I × R. ഇതിൽ I എന്ന് പറയുന്നത് എന്തായിരിക്കും? V/R. അപ്പോൾ ഇവിടെ V എത്രയാണ്? 200 / 20 കിലോ. ഓക്കെ, അപ്പോൾ നോർമലി കട്ട് ചെയ്യാണ്, ക്യാൻസൽ ചെയ്തിട്ട് ഇറ്റ് ഇസ് 10 / 10³ ദാറ്റ് ഇസ് 10 × 10⁻³ അപ്പോൾ 10 എന്ന് പറയുന്നത് എന്താ? 10⁻1 × 10⁻³ എന്ന് പറയുമ്പോൾ 10⁻² എന്ന് വെച്ചാൽ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 ആംപിയർ. അതായത് ഡെസിമലിന് ശേഷം 2 പോയിന്റ് അല്ലേ? 10 × 10⁻² എന്ന് പറയുമ്പോൾ 0ക്ക് ശേഷം 2 ഡെസിമൽ പോയിന്റ്സ് അതിവിടെ കൊടുത്തിട്ടുണ്ട്. 0.01 എന്താ നമ്മൾ കണ്ടുപിടിച്ച കറണ്ടിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപിയേഴ്സ്. അപ്പോൾ അത് ഓപ്ഷനിൽ ഉണ്ടാകുന്ന നോക്കാം. ഓപ്ഷൻ ബി അതാണ് കാണിക്കുന്നത്. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സോ ഇതെല്ലാം ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാതെ പോകരുത്. ഇതൊരു ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സ് അറിയാത്ത ഒരാൾക്കും ഓംസ് ലോ വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ഏരിയയിൽ നിന്ന് ചോദ്യം വന്നാലും യു ഹാവ് ടു ഗോ ത്രൂ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An ammeter of negligible resistance is connected in series with a 10 ohm resistor. അപ്പോൾ അമ്മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് നെഗ്ലിജിബിൾ എന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ 10 ohm റെസിസ്റ്റർ അക്രോസ് എ 50 വോൾട്ട് സപ്ലൈ. ദ അമ്മീറ്റർ റീഡ്സ്. അമ്മീറ്റർ എന്താ റീഡ് ചെയ്യുന്നത്? കറണ്ട്. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് കറണ്ട് എന്താണ്? ഇറ്റ് ഈസ് V/R. ഓക്കെ, V/R എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് എത്രയാണ്? 50/10 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആംപിയർ. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. Next question. An energy meter records a consumption of 15 units. 15 യൂണിറ്റ്. The electrical energy consumed is dash. അപ്പം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1 kWh. കഴിഞ്ഞ എപ്പിസോഡിലാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ നിർബന്ധമായിട്ട് ആ വീഡിയോ കാണണം. ഓക്കെ, അതിൽ കൺവേർഷൻ പറയുന്നുണ്ട്. 1 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 1 kWh. അപ്പോൾ 15 യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 15 യൂണിറ്റ് ഇസ് ഈക്വൽ ടു 15 kWh. ഇത് ഓപ്ഷനിലുണ്ടോ?
ഉണ്ട്. ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ ഈ കൺവേർഷൻ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ചോദ്യം. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കൺവേർഷൻ അറിഞ്ഞുകൂടാങ്കിൽ നമ്മൾ തെറ്റിക്കും. ഓക്കെ, അടുത്ത് ഇപ്പം നിങ്ങൾ കേരള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസേർഷൻ ടൈപ്പ് ചോദ്യങ്ങൾ ഓക്കെ കാണുന്നുണ്ടാവും. കഴിഞ്ഞൊരു ഇലക്ട്രീഷ്യൻ പേപ്പറിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഏതാണ് ശരി എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ചോദ്യ പേപ്പറിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഏതാണ്? അസേർഷൻ ടൈപ്പും അതുപോലെ മാച്ച് ദ ഫോളോയിങ് ടൈപ്പും. ഓക്കെ, ഇതെല്ലാം കേരള പി എസ് സി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ക്വസ്റ്റ്യൻ പാറ്റേണിൽ വരുന്ന. അപ്പോൾ നമുക്ക് ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, അപ്പോൾ അസേർഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, റീസൺ എന്ന് പറയുന്നതും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, ഇപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സാണ്, രണ്ടും ശരിയാണോ തെറ്റാണോ എന്ന് ആദ്യം നമ്മുടെ മനസ്സിലൊന്ന് നോക്കണം, ആലോചിക്കണം. ഇത് ചാടിക്കേറി നമുക്ക് ഉത്തരം എഴുതാൻ പറ്റത്തില്ല, ആലോചിച്ച് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യമേ ആ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നിട്ട് ഓപ്ഷൻസ് വായിച്ച് നോക്കണം. എന്നിട്ട് നമ്മളൊരു കൺക്ലൂഷനിൽ എത്താൻ പാടുള്ളൂ. രണ്ട് സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ടും ശരിയായിരിക്കും, ചിലപ്പോൾ ഒന്ന് തെറ്റായിരിക്കാം, അങ്ങനെയൊക്കെ വരാം. അപ്പോൾ ഏതാണ് കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ എന്നുള്ളത് വായിച്ച് തന്നെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് അസേർഷൻ എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അസേർഷനെ എ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എ വോൾട്ട് മീറ്റർ ഹാസ് വെരി ഹൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ആണ്, അത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ദെൻ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്റ് ഷുഡ് ഡ്രോ നെഗ്ലിജിബിൾ കറണ്ട് ഫ്രം ദ സർക്യൂട്ട് ബീയിങ് മെഷർഡ്. അതും ട്രൂ ആണ് അല്ലേ. എന്തിനാണ് വോൾട്ട് മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് എന്തിനാണ് വോൾട്ട് മീറ്ററിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്? സോ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബൈപ്പാസ് ദ സർക്യൂട്ട് എലമെൻറ്റ്. സർക്യൂട്ട് എലമെൻറ്റിനെ ബൈപ്പാസ് ചെയ്യാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് വോൾട്ട് മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഐഡിയൽ വാല്യൂ എന്താണ്? ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ അങ്ങനെ കൂട്ടിക്കൊടുക്കുമ്പോൾ അതിൽ കൂടി കറണ്ട് ഫ്ലോ എന്തായിരിക്കും? നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ഓപ്ഷൻസ് നോക്കാം. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിരിക്കാം. ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് ഉത്തരം എഴുതാവും. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. സി, എ ഈസ് ട്രൂ, ആർ ഇസ് ഫോൾസ്. അതല്ല, അത് നമ്മൾ തെറ്റ്. എ ഈസ് ഫോൾസ്, ആർ ഇസ് ട്രൂ, ഓപ്ഷൻ ഡി, അതും തെറ്റാണ്. ഇവിടെ കൺഫ്യൂസിങ് ആവുന്നതും നെഗറ്റീവ് മാർക്ക് വരാൻ സാധ്യതയുള്ളതും ആദ്യത്തെ രണ്ട് ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ, അതാ ശരിയാ. ആർ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അപ്പോൾ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൽ കൂടി കുറച്ച് കറണ്ടേ പാസ് ചെയ്യുള്ളൂ അല്ലേ, അത് നമുക്കറിയാം. എന്തിനാ അങ്ങനെ കൊടുത്തിരിക്കുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ വോൾട്ട് മീറ്റർ മെജോറിറ്റി ഓഫ് ദ കറണ്ട് ഡ്രോ ചെയ്യും അല്ലേ, അത് തന്നെയല്ലേ എക്സ്പ്ലനേഷൻ. അത് തന്നെയാണല്ലോ ഇവിടെ റീസൺ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും. അപ്പോൾ ആർ ഇസ് ദ എക്സ്പ്ലനേഷൻ ഓഫ് എ. അതിൽ സംശയമുണ്ടോ? ഇല്ല. സോ ഓപ്ഷൻസ് വായിച്ച് നോക്കുമ്പോൾ 4 ഓപ്ഷൻസിൽ ഈ അസേർഷൻ റീസണുമായിട്ട് കൂടുതൽ എഗ്രി ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ശരി തെറ്റ് എന്നത് നിർണ്ണയിക്കുന്നത് ആ ഓപ്ഷൻസ് വായിച്ചിട്ട് അസേർഷനും റീസണും, ഫണ്ടമെൻ്റലി നിങ്ങൾക്ക് അസേർഷനും റീസണും കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞുകൂടായെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകരുത്. അപ്പോൾ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? തിയറി നന്നായിട്ട് പഠിക്കണം. ഓക്കെ, സോ തിയറി നിങ്ങൾ ഫണ്ടമെൻ്റലി പഠിച്ചു. അസേർഷൻ റീസൺ തന്നിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണോ തെറ്റാണോ ആ പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. എന്നാൽ മാത്രമേ ഓപ്ഷൻസിലേക്ക് അടുത്ത് കടക്കാവൂ. ഓക്കെ, ഇൻ കേസ് അതിന് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് ഡൗട്ട് ആണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലെങ്കിൽ ഇത് നെഗറ്റീവ് മാർക്ക് വരാനുള്ള കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ, സോ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും തറവാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷനിൽ ഏത് ഓപ്ഷനാണ് കൂടുതൽ എഗ്രി ചെയ്യുന്നത് ആ ഓപ്ഷൻ ആയിരിക്കണം ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, സോ നെക്സ്റ്റ് ടൈപ്പ്. ഇനി അടുത്ത ടൈപ്പ് എന്താണ്? മാച്ച് ദ ഫോളോയിങ്.
മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ നമ്മൾ ആൻസർ അറിയായിരിക്കും, പക്ഷേ ഓപ്ഷൻ എടുക്കുന്നത് മാറിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. അപ്പോൾ ഇതും കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് ഇങ്ങനെയാണ്. കണ്ടോ, ഓപ്ഷൻസ് എങ്ങനെയാണ് വരുന്നത്? A2 B3 ഇങ്ങനെയാണ് ഓപ്ഷൻസ് വരുന്നത്. അതായത് എന്ന് പറയുന്ന ABCD എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് കാണും, 1 2 3 4 എന്ന് പറയുന്ന വേറൊരു ലിസ്റ്റും കാണാം. ആദ്യം നമ്മൾ ഇതിനെ മാച്ച് ചെയ്യണം, എന്നിട്ട് കറക്റ്റ് പെയർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ലിസ്റ്റ് 1 തന്നിരിക്കുന്നത് മെഷറിംഗ് ഡിവൈസസ് ആണ്. ലിസ്റ്റ് 2 തന്നിരിക്കുന്നത് ഏത് ക്വാണ്ടിറ്റിയാണ് മെഷർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം അത് മാച്ച് ചെയ്യണം. ഫസ്റ്റ് അമ്മീറ്റർ. അമ്മീറ്റർ എന്തിനാണ് മെഷർ ചെയ്യുന്നത്? അമ്മീറ്റർ മെഷേഴ്സ് കറണ്ട്, സോ A goes to 2. അടുത്ത വോൾട്ട് മീറ്റർ എന്തിനാണ് മെഷർ ചെയ്യുന്നത്? വോൾട്ടേജ്, സോ B goes to 3 അല്ലേ? അടുത്ത C, വാട്ട് മീറ്റർ മെഷേഴ്സ് പവർ, സോ C1. അടുത്ത മെഗാ എന്ന് പറയുന്നത് എന്തിനാണ് മെഷർ ചെയ്യുന്നത്? D4. ഓക്കെ, A2 B3 C1 D4. A2 B3 C1 D4, ഓപ്ഷൻ A ഈസ് ദ ആൻസർ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പെയർ മാറിപ്പോയാലും നിങ്ങൾക്ക് ആൻസർ തെറ്റും. അപ്പോൾ പെയർ മാർക്ക് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അത് തന്നെ ഓപ്ഷനിൽ നിന്ന് എടുത്ത് എഴുതാനും ശ്രദ്ധിക്കണം. ഇപ്പോൾ A2 B3 വെച്ചിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് ഓപ്ഷൻ ഒരുപോലെയാണ് വന്നേക്കുന്നത്. A2 B1 C3 ചെറിയൊരു വ്യത്യാസമേ ഓരോ ഓപ്ഷൻസിലും ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇൻസ്ട്രുമെൻ്റ് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് ദ ലോഡ്? ഏത് ഇൻസ്ട്രുമെൻ്റാണ് കണക്ട് ചെയ്യുന്നത്? അമ്മീറ്റർ ആണോ, വോൾട്ട് മീറ്റർ ആണോ, വാട്ട് മീറ്റർ കറണ്ട് കോയിലാണോ, കറണ്ട് ട്രാൻസ്ഫോമർ ആണോ? ഇറ്റ് ഇസ് വോൾട്ട് മീറ്റർ. അമ്മീറ്റർ എപ്പോഴും എന്തായിരിക്കും? സീരീസ് ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഇനി വാട്ട് മീറ്റർ കറണ്ട് കോയിൽ, അവിടെ ഒരു ക്യാച്ച് ഉണ്ട്. വാട്ട് മീറ്റർ പ്രഷർ കോയിൽ, വാട്ട് മീറ്ററിൻ്റെ 2 കോയിലാണ് ഉള്ളത്, പ്രഷർ കോയിൽ ആൻഡ് കറണ്ട് കോയിൽ. ഓക്കെ, അതിൽ പ്രഷർ കോയിൽ എന്താ മെഷർ ചെയ്യുന്നത്? വോൾട്ടേജ്. കറണ്ട് കോയിൽ എന്താ മെഷർ ചെയ്യുന്നത്? കറണ്ട്. ഇപ്പോൾ വാട്ട് മീറ്റർ പ്രഷർ കോയിലായിരുന്നു എന്നായിരുന്നു ഓപ്ഷൻ എങ്കിൽ അതും ശരിയായേനെ. കാരണം പ്രഷർ കോയിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജ് ആണ്, ദാറ്റ് ഇസ് കണക്റ്റഡ് അക്രോസ് ദ ലോഡ്. ഓക്കെ, പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വാട്ട് മീറ്റർ കറണ്ട് കോയിലാണ്. കറണ്ട് കോയിൽ ഇസ് യൂസ് ടു മെഷർ കറണ്ട്. ഓക്കെ, സോ അതെങ്ങനെ കണക്ട് ചെയ്യുക? സീരീസ് വിത്ത് ദ ലോഡ്. അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ തെറ്റിപ്പോയത്. 4ാമത്തെ ഓപ്ഷൻ കറണ്ട് ട്രാൻസ്ഫോമർ. കറണ്ട് ട്രാൻസ്ഫോമർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ട് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന 2 ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അത് മെഷർമെൻറ്റ്സിലെ ഇൻ്റഗ്രൽ പാർട്ടാണ്. ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്, ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. ഈ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൽ വരുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമർ ആൻഡ് പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ഇതിൽ എന്താണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ മെയിൻ ഫങ്ഷൻ? നോർമലി ഒരു കറണ്ട് മെഷർ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാനുണ്ടാവും. എസ്പെഷ്യലി ഇൻ ട്രാൻസ്മിഷൻ ലൈൻസ് ഇതിൻ്റെയൊക്കെ വാല്യൂസ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഹൈ വാല്യൂ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹൈ വാല്യൂ ആകുമ്പം അതിന് പറ്റിയ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാക്കുവാണോ? അല്ല, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് അവൈലബിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ റേഞ്ചിലേക്ക് കൊണ്ടുവരണം, എന്നിട്ട് മെഷർ ചെയ്യണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമേഴ്സ്. അതിൽ കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കറണ്ട് ട്രാൻസ്ഫോമേഴ്സ്. ഫോർ വോൾട്ടേജ് വി ഗോ ഫോർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ, സോ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ഒപ്പം പറയുന്ന എക്സ്ട്രാ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് വിചാരിക്കുന്നു. ഈ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമുണ്ട് എങ്കിൽ ബിഗ് ലേണിങ്ങിൻ്റെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം ഫിൽ ചെയ്യുക. താങ്ക്